2026 ഓഗസ്റ്റ് 15 ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു ചരിത്ര മുഹൂർത്തത്തിന് സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ദിവസമാണ്. അതുകൊണ്ട് തന്നെ എല്ലാ വർഷവും ആ ദിവസം ഇന്ത്യയിൽ ഉടനീളം വിപുലമായ ആഘോഷ പരിപാടികളാണ് സംഘടിപ്പിക്കാറുള്ളത്. പക്ഷേ ക്രിക്കറ്റിലേക്ക് വരുമ്പോൾ ഈ ഓഗസ്റ്റ് 15 പ്രത്യേകത എന്ന് പറയുന്നത് ഇന്ത്യ ടെസ്റ്റ് ക്രിക്കറ്റിൽ തങ്ങളുടെ 600ാമത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ പോകുന്നു എന്നുള്ളതാണ്. ആ മത്സരം നടക്കാൻ പോകുന്നത് ശ്രീലങ്കയിലാണ്. ശ്രീലങ്കയിലെ ഗോളിൽ നടക്കുന്ന ആ ടെസ്റ്റ് മത്സരം ഇന്ത്യയുടെ ചരിത്രത്തിലെ തന്നെ 600ാമത്തെ ടെസ്റ്റ് മത്സരമായിരിക്കും. 600 ടെസ്റ്റ് മത്സരങ്ങൾ കളിച്ചിട്ടുള്ള 3 രാജ്യങ്ങളാണ് ഉള്ളത്. ആ 3 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇന്ത്യ കളിക്കുമ്പോഴാണ് 3ാമത്തെ രാജ്യമായിട്ട് ഇന്ത്യ മാറുന്നത്. ഇതിനു മുമ്പുള്ള 2 രാജ്യങ്ങൾ എന്ന് പറയുന്നത് ഇംഗ്ലണ്ടാണ് ആദ്യത്തെ രാജ്യം എന്ന് പറയുന്നത്. നമുക്കറിയാം ഇംഗ്ലണ്ടിലാണ് ക്രിക്കറ്റിന്റെ ഒരു തുടക്കം എന്ന് പറയുന്നത്. ആദ്യ കാലഘട്ടങ്ങളിൽ കൂടുതൽ മത്സരങ്ങളും ഇംഗ്ലണ്ടും ഓസ്ട്രേലിയയും തമ്മിലായിരുന്നു. പിന്നെ സൗത്ത് ആഫ്രിക്ക ആ ഒരു സ്റ്റേജിലേക്ക് വരികയൊക്കെ ഉണ്ടായി. അതുകൊണ്ട് തന്നെ ഇംഗ്ലണ്ട് കളിച്ചിരിക്കുന്ന മത്സരങ്ങളുടെ എണ്ണം നോക്കുകയാണെങ്കിൽ 1000-ൽ കൂടുതലാണ്. 1097 മത്സരങ്ങളിൽ ഇംഗ്ലണ്ട് ടെസ്റ്റ് മത്സരങ്ങളിൽ കളിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് റെക്കോർഡുകൾ പറയുന്നത്. 2ാം സ്ഥാനത്ത് നിൽക്കുന്നത് ഓട്ടോമാറ്റിക് ആയിട്ട് ഓസ്ട്രേലിയ ആയിരിക്കുമെന്ന് നമുക്കറിയാം. കാരണം ആ ഒരു കാലഘട്ടത്തിലേക്ക് അവർ ക്രിക്കറ്റിൽ നല്ലപോലെ പെർഫോം ചെയ്തിരുന്ന ഒരു രാജ്യമായിരുന്നു. 882 ടെസ്റ്റ് മത്സരങ്ങളാണ് ഓസ്ട്രേലിയ ഇതുവരെ കളിച്ചിട്ടുള്ളത്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം 599 മത്സരങ്ങൾ ഇന്ത്യ പൂർത്തിയാക്കിയിരിക്കുന്നു. ഇന്ത്യ സ്വാതന്ത്ര്യം നേടുന്നതിനും 15 വർഷങ്ങൾക്ക് മുമ്പാണ് ഇന്ത്യ ആദ്യത്തെ ഒരു ടെസ്റ്റ് മത്സരത്തിൽ അരങ്ങേറ്റം കുറിക്കുന്നത്. അത് 1932-ലാണ്. 1932-ൽ CK നായിഡു എന്ന് പറയുന്ന ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച അല്ലെങ്കിൽ ഒരു മഹാരഥനായിട്ടുള്ള ഒരു താരത്തിന്റെ അല്ലെങ്കിൽ ഒരു ക്യാപ്റ്റന്റെ കീഴിലായിരുന്നു ആദ്യമായിട്ട് ഇന്ത്യ ഒരു ടെസ്റ്റ് മത്സരത്തിന് ഇറങ്ങിയത്. ഇംഗ്ലണ്ടിനെതിരെയായിരുന്നു ആ ടെസ്റ്റ് മത്സരം അരങ്ങേറ്റം കുറിച്ചത്. അതിനുശേഷം ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഇന്ത്യ അധികം ടെസ്റ്റ് മത്സരങ്ങളിലൊന്നും പങ്കെടുത്തിരുന്നില്ല. പക്ഷെ ഇപ്പോൾ ഈ ലേറ്റസ്റ്റ് സ്റ്റേജിലേക്ക് നമ്മൾ നോക്കുമ്പോൾ എല്ലാ 10 വർഷം കൂടുമ്പോഴും 100 ടെസ്റ്റുകൾ കളിക്കുന്നത് കാണാനായിട്ട് സാധിക്കും. അതായത് ഒരു വർഷം ഒരു 10 ടെസ്റ്റെങ്കിലും മിനിമം ഇന്ത്യൻ ക്രിക്കറ്റ് ടീം കളിക്കുന്നുണ്ട് എന്നുള്ളതാണ് റെക്കോർഡുകളിൽ പറയുന്നത്. ഏതായാലും 1932 ശേഷം പിന്നെ 100ാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് എത്താനായിട്ട് ഏകദേശം ഒരു 35 വർഷം വേണ്ടി വന്നു എന്നുള്ളതാണ്. 1967-ൽ മൻസൂർ അലിഖാൻ പട്ടോഡിയുടെ നേതൃത്വത്തിലാണ് ഇന്ത്യ 100ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ കളിച്ചിട്ടുള്ളത്. അതും ഇംഗ്ലണ്ടിനെതിരെ തന്നെയായിരുന്നു ആ ഒരു ടെസ്റ്റ് മത്സരവും നടന്നത്. പിന്നീട് 200ാമത്തെ ടെസ്റ്റ് മത്സരത്തിലേക്ക് എത്തിയത് 1982-ലായിരുന്നു. അന്ന് സുനിൽ ഗവാസ്കർ ആയിരുന്നു ക്യാപ്റ്റൻ. അന്ന് പാകിസ്ഥാനെതിരെയായിരുന്നു ആ ഒരു ടെസ്റ്റ് മത്സരം നടന്നത്. പിന്നീട് 300ാമത്തെ ഒരു ടെസ്റ്റ് മത്സരമാണ് മറ്റൊരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത്. അതിൽ ഇന്ത്യയെ നയിച്ചത് സച്ചിൻ ടെണ്ടുൽക്കർ ആയിരുന്നു. 1996-ലായിരുന്നു ആ ടെസ്റ്റ് മത്സരം നടന്നത്. സൗത്ത് ആഫ്രിക്കയുമായിട്ട് നടന്ന ഒരു ടെസ്റ്റ് മത്സരമായിരുന്നു. പിന്നീട് അടുത്ത മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 400ാമത്തെ ടെസ്റ്റ് മത്സരമാണ്. 400ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ ഇന്ത്യയെ നയിച്ചത് രാഹുൽ ദ്രാവിഡ് ആയിരുന്നു. 2006-ലാണ് ആ ടെസ്റ്റ് മത്സരം നടന്നത്. വെസ്റ്റ് ഇൻഡീസിനെതിരെയായിരുന്നു ആ ടെസ്റ്റ് മത്സരം. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു മൈൽ സ്റ്റോൺ എന്ന് പറയുന്നത് 500ാമത്തെ ടെസ്റ്റ് മത്സരമാണ്. 500ാമത്തെ ടെസ്റ്റ് മത്സരത്തിൽ കഴിഞ്ഞ ഒരു ദശാബ്ദ കാലമായി ഇന്ത്യ കണ്ട ഏറ്റവും മികച്ച ബാറ്റർമാരിൽ ഒരാളായിട്ടുള്ള വിരാട് കോഹ്ലിയാണ് അന്ന് ഇന്ത്യയെ നയിച്ചത്. 2016-ലാണ് ആ ടെസ്റ്റ് മത്സരം നടന്നത്. ന്യൂസിലൻഡിനെതിരെയായിരുന്നു ആ ടെസ്റ്റ് മത്സരം. ഇനി വരാൻ പോകുന്ന ടെസ്റ്റ് മത്സരം 600ാമത്തെ ടെസ്റ്റ് മത്സരമാണ് എന്ന് ഞാൻ പറഞ്ഞു. അത് നടക്കാൻ പോകുന്നത് ശ്രീലങ്കയിലെ ഗോളിൽ വെച്ചിട്ടായിരിക്കും. അത് ഇന്ത്യൻ ടീമിനെ നയിക്കാൻ പോകുന്നത് ശുഭ്മാൻ ഗില്ലാണ്. ശുഭ്മാൻ ഗില്ലിനെ സംബന്ധിച്ചിടത്തോളം ചരിത്രത്തിന്റെ ഭാഗമാകാനുള്ള ഒരു അവസരമാണ് കൈവന്നിരിക്കുന്നത് എന്നുള്ളൊരു പ്രത്യേകത കൂടെയുണ്ട്. ഏതായാലും 3 രാജ്യങ്ങൾ മാത്രമാണ് 600 എന്ന് പറയുന്ന ഒരു മൈൽ സ്റ്റോണിലേക്ക് എത്തിയിരിക്കുന്നത്. ആ ടെസ്റ്റ് മത്സരത്തിന്റെയൊക്കെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. ബൈ.